ഈ സിനിമേനെ കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗംഭീര പടം, മനോഹര സിനിമ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയും അടിപൊളി പടമാണ്. എനിക്ക് ഈ സിനിമേനെ കുറിച്ചിട്ട് ഇനി കൂടുതൽ എന്ത് പറയണമെന്ന് അറിയില്ല. നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളൊരു സിനിഫൈലാണ്, നിങ്ങൾ സിനിമാ പ്രേമിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി സിനിമ കാണാൻ നോക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ കുറച്ച് പോസിറ്റീവുകൾ ഈ സിനിമേനെ കുറിച്ചിട്ട് പറയുകയാണ്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല. ഇല്ലാന്ന് ഞാനൊന്നും പറയുന്നില്ല. സിനിമയിലൊരു 10% പോലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ കുറച്ച്, വളരെ മൈന്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സിനിമയിൽ ഉപയോഗിക്കുന്നത് തന്നെ ചില സീനിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സീനിലെ ഇമോഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ പണി അറിയാവുന്ന കുറച്ച് ആക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണും എന്നുള്ള കാര്യം തെളിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ സംവിധായകനായിട്ടുള്ള ആനന്ദ് ഇക്കർഷി. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു സല്യൂട്ട് കൊടുക്കുവാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള ഡയറക്ഷനും ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റുമാണ് സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിലെ ഡയലോഗുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതൊക്കെ അത് പെർഫോം ചെയ്തിരിക്കുന്ന ആളുകളാണ്. അത് പെർഫോം ചെയ്തിരിക്കുന്നത് നാടക ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. ഇവരുടെയൊക്കെ ഒരു റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ കാണണം. അതായത് ഇവർ ഡയലോഗ് ഡെലിവറിയും ആ ഡയലോഗ് ഡെലിവറിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊടുക്കുന്ന റിയാക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ, അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഒരു വിരുന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസിൻ്റെ ഒരു വിരുന്ന് തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. പെർഫോമൻസ് പറയുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട പേര് ഷെറിൻ ഷിഹാബിൻ്റെ പേര് തന്നെയാണ്. അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. വേറെ പടങ്ങളൊന്നും ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല. എനിവേ 2 സിനിമയിലും ഗംഭീര റോളാണ് ചെയ്തിരിക്കുന്നത്. രണ്ടിലും ഡിഫറൻ്റ് ആയിട്ടുള്ള റോളാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ പൊളിച്ചടുക്കിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷണൽ വേലിയേറ്റങ്ങൾ, അതുപോലെ ഇതിലൊരു സീനുണ്ട്. ഞാൻ സ്പോയിലർ ഒന്നും ചെയ്യുന്നില്ല. ഈ സിനിമയുടെ തീം കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പോയിരുന്ന് കാണേണ്ട പടമാണ്. ഇതിൽ അഞ്ജലി എന്ന ആ കഥാപാത്രം ചിരിക്കുന്ന ഒരു സീനുണ്ട്. അതായത് വിനയ് ഫോർട്ടിനുള്ള ഒരു കോൺവെർസേഷനിൽ പൊട്ടിച്ചിരിക്കുന്ന ഒരു സീനുണ്ട്. അതിൽ വിനയ് ഫോർട്ട് പറയുന്ന ഒരു ഡയലോഗ് കേട്ടിട്ട് ഒരു മ്യൂട്ട്, ദെൻ ചിരിയാണ് വന്നത്. സത്യം പറഞ്ഞാൽ വിനയ് ഫോർട്ടിൻ്റെ ആ ഡയലോഗ് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഞാൻ തിയേറ്ററിൽ നിന്ന് ചിരിച്ചു. അത് സഡൻലി ഞാൻ പെട്ടെന്ന് ചിരി വന്നത് സെയിം ആ ഒരു ഇതിൽ നമുക്കൊരു എമ്പതൈസ് ഫീൽ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു എമ്പതി ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻ നമ്മളിലേക്ക് വരുന്നത്. എനിക്ക് കൃത്യമായിട്ട് അത് കിട്ടി. എനിക്ക് അത്രയും ഇമോഷൻ ഈ സിനിമ കണക്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇതിൽ ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും, അതായത് എനിക്ക് ഓരോരുത്തരുടെ പേരെടുത്ത് പറയണമെന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ പറഞ്ഞേക്കാം. കാരണം ഇതിലെ ഓരോ ആൾക്കാരും പേരെടുത്ത് തന്നെ പറയണം. നമ്മുടെ കലാഭവൻ ഷാജോൺ ഉണ്ട്, വിനയ് ഫോർട്ട്, ഷെറിൻ ഷിഹാബ്, നന്ദു ഉണ്ണി, സെൽവരാജ്, അതുപോലെ അജി തിരുവാങ്കുളം, സനോഷ് മുരളി, അതുപോലെ പ്രശാന്ത് മാധവൻ, എല്ലാവരും ഇതിൽ ഓരോ ആൾക്കാരും. നിങ്ങൾ വേണമെങ്കിൽ ബുക്ക് മൈ ഷോ എടുത്തിട്ട് നിങ്ങൾ വെറുതെ ഒന്ന് ഇങ്ങനെ ഓടിച്ചു നോക്കിയാൽ മതി. ഈ ആൾക്കാരുടെ പേരൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പ്രത്യേകിച്ച് ഈ വെളുത്ത താടി മുടിയുള്ള അപ്പൂപ്പൻ്റെയൊക്കെ ക്യാരക്ടറൊക്കെ, അയ്യോ നിങ്ങൾ പോയി സിനിമ കാണൂ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇനിയും ഈ സിനിമയെ കുറിച്ച് വാചാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇനി നിർത്തൂല. ഞാൻ ഈ വീഡിയോ ഇങ്ങനെ തുടർന്ന് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും ഉണ്ട് ഈ സിനിമ. എന്നെ ഇമോഷണലി അത്രയും ഭീകരമായിട്ട് കണക്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ അട്ടം എന്ന് പറയുന്ന ഈ സിനിമ. അപ്പോൾ കൂടുതൽ കഥ പറയുന്നില്ല. നിങ്ങൾ ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഞാൻ വൈകിട്ട് ഈ സെൻട്രൽ തിയേറ്ററിൽ, വീടിനടുത്ത് തൃപ്പൂണിത്തുറ സെൻട്രൽ തിയേറ്ററിൽ ഇന്ന ദിവസം 6:30 ഷോയാണ് കണ്ടത്. ഹൗസ്ഫുള്ളായിരുന്നു. ഫ്രണ്ടിലത്തെ 2-3 സീറ്റുകൾ മാത്രമേ ഫില്ലാവാനുണ്ടായിരുന്നുള്ളൂ. അത്രയും ആളുകൾ കയറി എന്നുള്ളത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. അത്രയും മാത്രം പറയുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്.